മൂന്നാമത്തെ തീം കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്, ബന്ധുത്വം, ജാതി, വർഗം. ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്: 1. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എൻഡോഗമി ആൻഡ് എക്സോഗമി. സ്വഗണ വിവാഹം. എൻഡോഗമി ഒരു ഗണത്തിനകത്തുള്ള വിവാഹത്തെ സൂചിപ്പിക്കുന്നു. അന്യഗണ വിവാഹം. എക്സോഗമി ഗണത്തിന് പുറത്തുള്ളവരുമായുള്ള വിവാഹത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രിപ്പയർ ദ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദി മഹാഭാരത. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കുക. 1919 പ്രശസ്ത സംസ്കൃത പണ്ഡിതനായിരുന്ന VS സുക്താങ്കരുടെ നേതൃത്വത്തിലാണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പ് തയ്യാറാക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മഹാഭാരതത്തിൻ്റെ കിട്ടാവുന്നത്ര കയ്യെഴുത്ത് പ്രതികൾ ശേഖരിച്ചു. അതിനുശേഷം ഓരോ കയ്യെഴുത്ത് പ്രതിയിലെയും ശ്ലോകങ്ങൾ ഒത്തുനോക്കുകയും അവയിൽ പൊതുവായി കാണുന്ന ശ്ലോകങ്ങളെ തിരഞ്ഞെടുത്ത് 13,000 പേജുകളുള്ള നിരവധി വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഈ സംരംഭം പൂർത്തീകരിക്കാൻ 47 വർഷമെടുത്തു. VS Suktankar was a Sanskrit scholar in India, undertook a project work in 1919 to prepare a critical edition of the Mahabharata. The team collected Sanskrit manuscripts of the text written in various scripts from different parts of the country. They compared the verses from each manuscript. They published these versions in several volumes in 13,000 pages. The project took 47 years to complete. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മഹാഭാരത ഈസ് എ ഡൈനമിക് ടെക്സ്റ്റ്. മഹാഭാരതം എന്തുകൊണ്ടാണ് ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്? മഹാഭാരതത്തിൻ്റെ മുഖ്യ സവിശേഷത അതിൻ്റെ ഊർജ്ജസ്വലതയാണ്. മഹാഭാരതത്തിൻ്റെ പതിപ്പുകൾ വ്യത്യസ്ത ഭാഷകളിൽ രചിക്കപ്പെട്ടു. മഹാഭാരതത്തിലെ പല സംഭവങ്ങളും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ആവിഷ്കരിക്കപ്പെട്ടു. നാടകങ്ങൾ, നൃത്തം തുടങ്ങിയ ധാരാളം അനുഷ്ഠാന കലകൾക്ക് അത് പ്രമേയങ്ങൾ നൽകി. അതുകൊണ്ടാണ് മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്.